എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് ഫോണുകളായിരുന്നു. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് ഫോണുകളാണ്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വെക്കുന്നുണ്ട്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ വേണം, 6.67 ഇഞ്ചിന് മുകളിലോട്ടുള്ള ഡിസ്പ്ലേകളാണ് നമ്മൾ പരിഗണിക്കുക. അത് IPS LCD ആകാം, AMOLED ആകാം, അതിന് ഏത് വേണമെങ്കിലും ആകാം. അതുപോലെ ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോറുള്ള ഫോണായിരിക്കണം. 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഫോണുകളിലേക്കായിരിക്കും നമ്മൾ പരിഗണിക്കുക. അതുപോലെ തന്നെ 6 GB RAM മിനിമം റാം ഉണ്ടായിരിക്കണം. ഇത്തരം ഫോണുകളായിരിക്കും നമ്മൾ ഇതിൽ പരിഗണിക്കുക. ഇതിൽ താഴെ വരുന്ന ഫോണുകളും ഉണ്ടായിരിക്കാം. പിന്നെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദി ബോക്സിൽ കിട്ടണം. മിനിമം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്ന ഫോണുകളായിരിക്കും നമ്മളിവിടെ പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ അണ്ടർ 50,000 വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം, നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകൾ വിടുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് മോട്ടോറോളയുടെ മോട്ടോ G64 എന്ന് പറഞ്ഞ ഫോണാണ്. 6.5 ഇഞ്ച് വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രോസർ നോക്കുകയാണെങ്കിൽ MediaTekന്റെ Dimensity 7025 എന്ന് പറഞ്ഞ ഒരു അടിപൊളി പ്രോസറാണ് വന്നിരിക്കുന്നത്. 2.5 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അടങ്ങുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ കിട്ടുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 16 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഓൺ ദ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു അടിപൊളി സെറ്റപ്പാണ്. 6000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിലുള്ള ക്യാമറ എല്ലാം കിട്ടുന്നുണ്ട്. അതും ഏകദേശം വളരെ കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത്. 6 GB RAM 128 പ്രൈസ് വരുന്നത് 14,000 രൂപയാണ്. ഇപ്പോൾ 14,000 രൂപയ്ക്ക് ഒരു മോട്ടോയുടെ ക്ലീൻ UI ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു ഫോണാണ് മോട്ടോ G64. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതിൽ 2 ഫോണുകളുണ്ട്. ഐക്യൂൻ്റെ Z9Xും അതുപോലെ T3Xും. ഈ 2 ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നാണ്, രണ്ടും സെയിം ഫോൺ തന്നെയാണ്. കമ്പനിയിലുള്ള ഈ പേരിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലോട്ട് വരികയാണെങ്കിൽ, ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.72 ഇഞ്ച് വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ഈ 2 ഫോണിലും സെയിം ഡിസ്പ്ലേ, സെയിം പ്രോസസർ, സെയിം ബാറ്ററി ഇതെല്ലാമാണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 1 എന്ന് പറഞ്ഞത് ഏകദേശം 2.24 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന 6 Gen 1 എന്ന് പറഞ്ഞ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ, അതായത് ഇതിലും കൂടിയ റേഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസറാണ്. അത് നമുക്ക് ഈ ഐക്യൂലും വിവോ T3Xലും നമുക്കിത് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ ഈ ഒരു നല്ല പ്രോസർ കിട്ടുന്നുണ്ട്. ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ 8 MB സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. അപ്പോൾ ക്യാമറയിൽ ഒരു ആവറേജ് സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് T3Xും അതുപോലെ തന്നെ iQOO Z9Xും. അപ്പോൾ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ 6 GB RAM 128 GB പ്രൈസ് വരുന്നത് ഏകദേശം 13,000 രൂപയാണ്. അപ്പോൾ 13,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഈ T3Xും അതുപോലെ തന്നെ iQOO Z9X. അതായത് വിവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് iQOO Z9X എടുക്കാം, അല്ലെങ്കിൽ Z9X വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് T3X എടുക്കാം. രണ്ടെടുത്താലും സെയിം ആയിരിക്കും. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് പോക്കോ M6 പ്ലസും റെഡ്മി 13 5G ആണ്. ഇത് രണ്ടും സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി വ്യത്യാസത്തിൽ ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട വിവോയിലെ അതേ സെയിം ഡിസ്പ്ലേ ആണ്. 6.73 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ വരുന്ന അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. പഞ്ച് ഡിസ്പ്ലേ ആണ് എല്ലാത്തിലും വരുന്നത്. പ്രോസറിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 എന്ന് പറയുന്ന ഒരു മീഡിയം പ്രോസറാണ് വരുന്നത്. 6 Gen 1 ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസർ. പക്ഷേ 4 Gen 2 അത്യാവശ്യം നോർമൽ ടാസ്കിനൊന്നും കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോസർ തന്നെയാണ്. നോട്ട് 13 കഴിഞ്ഞ് ഞാൻ പ്രിഫർ ചെയ്യാം പോക്കോ M6 പ്ലസ് ആണ്. കുറച്ചും കൂടി വോളിയം ബൂസ്റ്റിങ് പോക്കോ M6 പ്ലസിലായിരിക്കും കിട്ടുക. നോട്ട് 13 സൗണ്ട് താരതമ്യേന കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ 108 MB മെയിൻ ക്യാമറയും 2 MB ഡെപ്ത് സെൻസറും അടങ്ങുന്ന ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. കണ്ടാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എങ്കിലും ഒരെണ്ണം ഫ്ലാഷ് ആണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 8 MB സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ, മെയിൻ ക്യാമറ നല്ലൊരു മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട്. 108 മെഗാപിക്സൽ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഇമേജുകൾ എടുക്കാൻ കഴിയും. അപ്പോൾ 108 MB ക്യാമറയൊക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് പോക്കോ M6 പ്ലസ്. അതുപോലെ റെഡ്മി 13 ഇത് നല്ല ഫോണാണ്. ആ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ ഒരു നോട്ട് 30 അല്ല, നോട്ട് 30 വേറെയാണ് വരുന്നത്. റെഡ്മി 13 5Gയും അതുപോലെ പോക്കോ M6 പ്ലസും വരുന്നത്. പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ 6 GB RAM 128 GB പ്രൈസ് വരുന്നത്
വരുന്നത് 14,000 രൂപയാണ്. അപ്പോൾ 14,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെഡ്മി അല്ലെങ്കിൽ പോക്കോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫോണുകളാണ് ഇത്. അടുത്തായിട്ട് സാംസങ് ഫാൻസിനാണ്. അതായത് സാംസങ് ഇഷ്ടപ്പെടുന്ന ഇതുവരെ നമ്മൾ പറഞ്ഞാൽ ചൈനീസ് ബ്രാൻഡുകളാണ്. അപ്പോൾ ഇനി ചൈനീസ് അല്ലാത്ത സാംസങ്ങിൻ്റെ UI എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് F15 5G എന്ന് പറയുന്ന ഫോൺ. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന IPS LCD ഡിസ്പ്ലേനെ പറ്റിയായിരുന്നു. ഇനി വരുന്നത് ഈ സാംസങ്ങിൻ്റെ F50 നമുക്ക് പകരം സൂപ്പർ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 6.6 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് നമുക്ക് വരുന്നത്. ഇത് പ്രോസറിനെ പറ്റി പറയുകയാണെങ്കിൽ Dimensity 6100+ എന്ന് പറഞ്ഞ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 6nm പ്രോസറാണ്. 2.2 GHz ക്ലോക്ക് സ്പീഡ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു 5G പ്രോസർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറ സെറ്റപ്പിലോട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 50 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡ് ആംഗിളും 2 MB മൈക്രോ ലെൻസും അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 13 MB സെൽഫി ക്യാമറ വരുന്നത്. നോച്ച് ഡിസൈനാണ്. പക്ഷേ ഡിസൈൻ ബേസിൽ ഔട്ട് ഓഫ് ഫാഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആരും നോച്ച് ഡിസൈനുകൾ എടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും എടുക്കുന്ന പഞ്ഞുകൾ ഡിസ്പ്ലേ ആണ്. പക്ഷേ എന്നിരുന്നാലും സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സാംസങ് എന്ന ബ്രാൻഡ് ചെയ്യുന്ന ഒരു ഫോൺ വേണമെന്ന്, അത്യാവശ്യം നല്ല ക്യാമറയൊക്കെയുള്ള ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെങ്കിൽ, അതും ഏറ്റവും വിലക്കുറവിലാണെങ്കിൽ അത് നമുക്ക് F15 തന്നെയാണ് ഏറ്റവും വിലക്കുറവിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു 5G ഫോൺ. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ സാധാ F സീരീസിലെല്ലാം കാണുന്ന പോലെ 6000 mAh ബാറ്ററി, 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടാണ്. പക്ഷേ ചാർജർ ബോക്സിന് ഉണ്ടായിരിക്കില്ല, അത് ഓർക്കുക. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിന് ഏകദേശം 1400 രൂപ എക്സ്ട്രാ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. അപ്പോൾ അത്ര എമൗണ്ടും കൂടി കരുതിയിട്ട് വേണം സാംസങ്ങിൻ്റെ F15 എടുക്കാനായിട്ട്. ബാക്കിയുള്ള സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ സൂപ്പർ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ, മൈക്രോ ലെൻസ് എല്ലാം കിട്ടുന്നുണ്ട്. 13 MB സെൽഫി ക്യാമറ. ഇത്തരത്തിലുള്ള ഒരു നോർമൽ യൂസേജിന് പറ്റിയ അടിപൊളി ഒരു മൾട്ടി മീഡിയ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഓൾറൗണ്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ്. 6100 ആയതുകൊണ്ട് അത്യാവശ്യം ഗെയിമിംഗ് കളിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോസർ തന്നെയാണ് വന്നിരിക്കുന്നത്. സാംസങ് F15 പ്രൈസ് വരുന്നത് 6GB RAM 128GB പ്രൈസ് വരുന്നത് 14,500 രൂപയാണ്. അപ്പോൾ അടിപൊളി ഫോൺ തന്നെയാണ് 14,500. അടുത്തായിട്ട് നമ്മൾ റിയൽമി P1 സീരീസിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഓൾറൗണ്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, അതായത് ചാർജറൊക്കെ ബോക്സിലുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് റിയൽമിയുടെ P1. ഇതിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നോച്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പഞ്ച്-ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. നോച്ച് ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്, സോറി, പഞ്ച്-ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ പഞ്ച്-ഹോളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന എടുക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ് P1. ഇവിടെ പ്രോസറിനെ പറ്റി നോക്കുകയാണെങ്കിൽ Dimensity 7050 എന്ന് പറഞ്ഞ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 nm ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രോസറാണ്. 2.6 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. അപ്പോൾ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് വരുന്ന നല്ലൊരു 5G പ്രോസർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ക്യാമറ സെറ്റപ്പിലോട്ട് പറയുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ പ്ലസ് 2 MB ഡെപ്ത് സെൻസർ. സെൽഫി ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 16 MB സെൽഫി ക്യാമറ വരുന്നത്. നമുക്കറിയാം മിക്ക ചൈനീസ് ബ്രാൻഡ് കമ്പനികളുടെ ഏത് റേഞ്ചിലെടുത്ത ഫോണായാലും, അതായത് ഇപ്പോൾ 30,000 രൂപയാണ്, ഇനി 50,000 രൂപയുടെ റേഞ്ചിലെടുത്താൽ ഇവരുടെ എല്ലാം സെൽഫി ക്യാമറ വരുന്നത് മിക്കവാറും 16 MB ആയിരിക്കും. ഇവരാരും സെൽഫി ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിൽ മാത്രമാണ് നമുക്ക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ P1 തന്നെ എടുക്കണം. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. എയർ ഗസ്റ്റേഴ്സ്, റെയിൻ ടച്ച്, അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്. നമ്മൾ ഈ പറഞ്ഞ 15,000 രൂപ റേഞ്ചിൽ ഫിംഗർ പ്രിന്റ്, അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടുന്നത് ഈ ഒരു ഫോണിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം ഒന്നെങ്കിൽ സൈഡ് ബട്ടൺ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കിലേക്ക് ആയിരിക്കാം ഫിംഗർ പ്രിന്റ് വരുന്നത്. 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഔട്ട് ഓഫ് ദി ബോക്സിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഫുള്ളി പാക്ഡ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 15,000 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ സെറ്റപ്പ് വേണം, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, വലിപ്പമുള്ള നല്ല ഡിസൈനിലുള്ള ന്യൂ ജനറേഷൻ ഡിസ്പ്ലേ വേണം, അതും AMOLED തന്നെ വേണം, അത് നല്ല ഫാസ്റ്റ് ചാർജിങ് വേണം, 5000 mAh ബാറ്ററി വേണം. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ റിയൽമി P1 തന്നെ എടുത്താൽ മതി. വേറെ ഒരു ബ്രാൻഡിലോട്ടും പോകേണ്ട. റിയൽമി P1 ആണ് ഇതിനും ബെസ്റ്റ്. കാരണം ഗെയിമിങ്ങും എല്ലാം പെർഫോമൻസ് ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരുപാട് മുമ്പിലായിട്ട് നിൽക്കുന്നത് റിയൽമി P1 തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6GB RAM 128GB പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാർഡ് ഓഫറിലേക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടുകളിലേക്ക് കിട്ടും. അപ്പോൾ കാർഡ് ഓഫറൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. കാർഡ് ഓഫറിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ 1000 രൂപയ്ക്ക് കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോണുകളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഓരോ 1 by 1 ആയിട്ട് നിങ്ങൾ കണ്ട ശേഷം മാത്രമേ ഫോണുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.